നമുക്കിനി ഫോർട്ട് കൊച്ചിയിലേക്ക് പോകേണ്ടതുണ്ട്. അമൽനാഥ് അവിടെ നിന്ന് ചേരുന്നുണ്ട്. അമൽ, മറ്റ് ജില്ലകളിലുള്ള ആളുകൾ കൂടി ആശ്രയിക്കുന്നത് കൊച്ചിയാണ്. മറ്റ് ആഘോഷങ്ങൾക്കാകട്ടെ കൊച്ചി മുൻപന്തിയിൽ തന്നെയാണെന്ന് പറയാം. ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്, അത്രയധികം തിക്കും തിരക്കുമാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ക്രമീകരണങ്ങൾ എത്രത്തോളം ഏർപ്പെടുത്തിയിട്ടുണ്ട്? അവിടെ നിന്നുള്ള വിശേഷങ്ങൾ, ന്യൂ ഇയർ വിശേഷങ്ങൾ എന്തൊക്കെയാണ് അമൽ? ഉമ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഫോർട്ട് കൊച്ചിയിലെ ഈ ആഘോഷം എന്ന് പറയുന്നത് അതൊരിക്കലും കൊച്ചിക്കാരുടെ മാത്രം ആഘോഷം എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. കേരളത്തിന്റെ മൊത്തം ആഘോഷം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ന്യൂ ഇയർ ആഘോഷ പരിപാടികളുടെ ഒക്കെ ഭാഗമായി കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും, അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ഭാഗത്തു നിന്നുള്ളവരും ഈ ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തിച്ചേരും ഇന്നത്തെ ദിവസം എന്നുള്ളതാണ്. അത്തരം കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ഉച്ച മുതൽ തന്നെ ഈ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം നിരവധി പേർ, ഏകദേശം ഒരു 1 ലക്ഷത്തിനും 1.5 ലക്ഷത്തിനും ഇടയിൽ ആളുകൾ ഈ ഫോർട്ട് കൊച്ചിയിലെ വെളി മൈതാനത്ത് മാത്രം നിലവിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അത്തരത്തിലൊരു ജനങ്ങളുടെ ഒരു വലിയ ഒഴുക്ക് തന്നെയാണ്. അതിപ്പോഴും ആ ഒഴുക്ക് നിലച്ചിട്ടില്ല എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ പുറത്തു നിന്നും ആളുകൾ കയറുന്നത് വളരെയധികം വർദ്ധിച്ചതോടുകൂടി, അതായത് ഈ ഗ്രൗണ്ടിന്റെ ഒരു പരിമിതിക്കപ്പുറമായതോടുകൂടി നിലവിൽ ഇപ്പോൾ ആ ഗേറ്റ് കൂട്ടിയിട്ടിട്ടുണ്ട്. നിലവിൽ പുറത്തും, അതായത് മതിലുകൾക്ക് പുറത്തും നിരവധി പേർ ഈ പപ്പായയെ കത്തിക്കുന്നതും ഒപ്പം തന്നെ നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ DJ പരിപാടികളും ഒക്കെ ആസ്വദിക്കുന്നതിന് വേണ്ടി തടിച്ചുകൂടി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇപ്പോൾ ഇതിനകത്ത് ഏകദേശം 1.5 ലക്ഷത്തിനടുത്ത ആളുകളുടെ പുറത്ത് സമാനമായ രീതിയിൽ ഏകദേശം 50,000-ന് മുകളിൽ ആളുകൾ ഈ ഒരു പരിപാടിയുടെ ആഘോഷത്തിന്റെ ഭാഗമായി തടിച്ചു കൂടിയിട്ടുണ്ട്. ഏകദേശം 2 ലക്ഷത്തോളം പേരാണ് നിലവിൽ ഇപ്പോൾ ഈ ഫോർട്ട് കൊച്ചിയിലെ വെളി മൈതാനത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അത് ഇവിടുത്തെ മാത്രം കാര്യമാണ്. സമാനമായ രീതിയിൽ പരേഡ് ഗ്രൗണ്ടിലും ഇത്തരത്തിൽ വലിയ തിരക്കുണ്ട്. ഈ 2 ഇടത്തുമാണ് പപ്പാനിയെ കത്തിക്കുന്ന അത്തരം പരിപാടികളൊക്കെ തന്നെയുള്ളത്. ഒപ്പം മറ്റ് എല്ലായിടങ്ങളിലും ചെറിയ രീതിയിലും ഈ ആഘോഷ പരിപാടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് മലയാറ്റൂർ, കാലടി, കാക്കനാട്, അങ്ങനെ എല്ലായിടങ്ങളിലും അവരെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ആഘോഷം വളരെ മനോഹരമാക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി നിമിഷങ്ങൾ മാത്രം, അല്ലെങ്കിൽ ഒരു 20 മിനിറ്റുകൾ മാത്രമാണ് ഈ പുതിയ വർഷത്തിലേക്കുള്ള തുടക്കത്തിലേക്ക് ഉള്ളത്. 12 മണിയോടുകൂടി പാപ്പാനിയെ കത്തിക്കും. അത്തരം പരിപാടികളിലേക്കൊക്കെ തന്നെ കടക്കും. അതിന് മനോഹരമായ പാപ്പാനി, ഏകദേശം 55 അടി ഉയരത്തിലാണ് ഈ പാപ്പാനി നിലവിൽ ഇപ്പോൾ ഈ ഫോർട്ട് കൊച്ചിയിൽ വെളി ഗ്രൗണ്ടിൽ ക്രമീകരിച്ചിരിക്കുന്നത്. സമാനമായ രീതിയിൽ തന്നെ 50 അടി ഉയരത്തിലാണ് പരേഡ് ഗ്രൗണ്ടിലെ പാപ്പാനിയുള്ളത്. ഒരു മത്സര ബുദ്ധിയോടുകൂടിയാണ് ഇരുവരും ഈ പാപ്പാനിയെ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ആരാണ് ഏറ്റവും ഉയരത്തിൽ, അല്ലെങ്കിൽ ഏറ്റവും വലിയ പാപ്പാനിയെ ഉണ്ടാക്കുക എന്ന മത്സര ബുദ്ധിയോടുകൂടിയാണ് ഇരുവരും ഇത്തരത്തിൽ പാപ്പാനിയെ ഉണ്ടാക്കിയത്. ആരുടേതാണ് വളരെ മനോഹരമായ പാപ്പാനിയായി മാറുക എന്നതും മത്സര ബുദ്ധിയോടുകൂടിയാണ് ഇവർ ഒരുക്കി വെച്ചിരിക്കുന്നത്. 12 മണിയോടുകൂടി പാപ്പാനിയെ കത്തിക്കുന്ന ആ പരിപാടിയിലേക്ക് കടക്കും. അതിന്റെ എല്ലാ ക്രമീകരണങ്ങളും വൈകുന്നേരത്തോടു കൂടി തന്നെ നടത്തിയിരുന്നു. വൈക്കോൽ കൂനകളൊക്കെ തന്നെ സമീപത്ത് ക്രമീകരിച്ചിരുന്നു. അത്തരത്തിൽ എല്ലാ പരിപാടികളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഇവിടെ DJ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി നിരവധി പേർ ആ DJ ആസ്വദിക്കുന്ന കാഴ്ചകൾ കാണുവാൻ വേണ്ടി സാധിക്കുന്നു. ഏകദേശം ഒരു 7 മണി മുതൽ ഈ DJ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളൊക്കെ തന്നെയും അതിന്റെ ഭാഗമായി ഇങ്ങനെ ആസ്വദിച്ച് നൃത്തച്ചുവടുകളൊക്കെ വെച്ച് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. പൊതുവെയുള്ള രാത്രിയുടെ ഇരുട്ടിനെയൊക്കെ കീറിമുറിക്കുന്ന രീതിയിൽ വളരെ മനോഹരമായ, നയനമനോഹരമായ കാഴ്ചകൾ കൂടിയാണ് ഈ ഫോർട്ട് കൊച്ചിയിലുള്ളത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പലപ്പോഴും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും, കൊച്ചിക്കാരുടെ ആഘോഷത്തിന്റെ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് ഇതിലെ പ്രകാശത്തിന്റെ മനോഹാരിതയാണ്. അത് ക്രിസ്മസ് രാത്രികളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. നക്ഷത്രങ്ങളും വിവിധ തരത്തിലുള്ള പ്രകാശങ്ങളും ഒക്കെ സമാനമായ രീതിയിൽ തന്നെ നമുക്കിപ്പോൾ ഈ ന്യൂ ഇയറിന്റെ ഈ ഒരു രാത്രിയിലും നമുക്ക് ഈ ഫോർട്ട് കൊച്ചിയിലെ വെളി ഗ്രൗണ്ടിൽ നിന്നും അത് ആസ്വദിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. വളരെ മനോഹരമായ വിവിധ നിറത്തിലുള്ള പ്രകാശങ്ങളാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതിലെടുത്തു പറയേണ്ടത്, ഇത്തരത്തിൽ പ്രകാശങ്ങൾ കൊണ്ട് അലങ്കരിച്ച ആ ഒരു മരം, മഴമരം എന്നാണ് അതിനെ സൂചിപ്പിക്കുന്നത്. അത്തരത്തിൽ ആ യെല്ലോ ട്രീ, അതിനെ നമുക്കിപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം, എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. അതിൽ ആ പ്രകാശങ്ങൾ ഉണ്ടാകുന്നത്, അതായത് ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ ലൈറ്റ് വിരിയുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്.
അത്തരത്തിൽ മനോഹരമായ നിരവധി കാഴ്ചകൾ നമുക്ക് ഈ വെള്ളി ഗ്രൗണ്ടിൽ നിന്നും കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തിരക്ക് നിലവിൽ ഇപ്പോഴും അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. ഈ 12 മണി വരെ ഈ തിരക്ക് ഇവിടെ തുടരും. അത് എല്ലാ വിഭാഗം ജനങ്ങൾ, ചെറിയ കുട്ടികളടക്കം ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഉറക്കമൊഴിച്ച് ഈ പാപ്പാനിയെ കത്തിക്കുന്നത് കാണുവാൻ വേണ്ടി ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ചെറിയ കുട്ടികൾ, അവരുടെ അച്ഛനമ്മമാർ, ഒപ്പം തന്നെ മുതിർന്നവർ, അത്തരത്തിൽ നിരവധി പേരാണ് ഈ വെള്ളി ഗ്രൗണ്ടിൽ ഈ ഒരു ന്യൂ ഇയർ പരിപാടിയുടെ ഭാഗമാകുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ നമ്മുടെ യുവതലമുറ ആ DJയുടെ ഭാഗമായി അവർ മതിമറന്ന് ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വയം മറന്ന് നൃത്തം ചുവടുകൾ വെക്കുന്ന പുതിയ തലമുറയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പരസ്പരം അറിയാത്തവരാണ്. ഒരു തരത്തിലുമുള്ള സമാനതകളും ഉണ്ടാകണമെന്നില്ല. കേൾക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ഒരുപോലെയുള്ള സ്റ്റെപ്പുകൾ അതിൽ വെക്കുന്ന അത്തരത്തിൽ എല്ലാവരും ഒരുമിച്ച് ഈ പുതിയ വർഷത്തെ ഏറ്റെടുക്കുന്ന കാഴ്ചകൾ തന്നെയാണ് നമുക്ക് വെള്ളി ഗ്രൗണ്ടിൽ. മത്സരത്തെ പ്രായഭേദമന്യേ വരവേൽക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. മാത്രമല്ല വളരെയധികം ജനത്തിരക്കും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം.